നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ തന്നെ വലിയ ചൂടുള്ള ഒരു ചർച്ചയായി മാറിയ സാഹചര്യത്തിൽ ആദ്യമായി തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ പൃഥ്വിരാജ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും കാത്തിരുന്നൊരു പ്രതികരണമായിരുന്നു നടൻ്റേത്. ഫോഴ്സ് കൊച്ചി FC ലോഞ്ചിന് എത്തിയപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് താരം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ അറിയാൻ താൻ ആകാംക്ഷയിലാണെന്നും കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുമാണ് താരം മാധ്യമങ്ങളുമായി സംസാരിക്കവേ പറഞ്ഞത്. പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന ചോദ്യത്തിന് നടൻ പൃഥ്വിരാജ് മറുപടി നൽകിയിരുന്നു. ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടണോ വേണ്ടയോ എന്നത് തീരുമാനിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, അധികാരത്തിൽ ഇരിക്കുന്നവരാണെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി. ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തിനൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാവണം. ഇനി അതല്ല, അന്വേഷണത്തിൽ ആരോപണങ്ങൾ കള്ളമാണെന്ന് തെളിഞ്ഞാലും മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാവണം. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സമുണ്ടെന്നും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടണോ വേണ്ടയോ എന്നത് തീരുമാനിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, അധികാരത്തിൽ ഇരിക്കുന്നവരാണ്. ഹേമ കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചവരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാനും എന്തിനീ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഞെട്ടണമെന്നും പൃഥ്വിരാജ് ചോദിക്കുന്നു. തുടർന്നുള്ള നടപടികൾ എങ്ങനെയാണെന്നറിയാൻ നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട്. അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് അവകാശപ്പെടാൻ എനിക്ക് കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുമില്ല. അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതി പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് തനിക്ക് പറയാൻ കഴിയില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ശക്തമായ ഇടപെടലുകളും നടപടികളും അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, എന്നിട്ട് നടപടി സ്വീകരിക്കണം. അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണം നേരിടരുത്, അങ്ങനെയാണ് വേണ്ടതെന്നും നടൻ പറഞ്ഞു. സിനിമയിൽ വിലക്കുണ്ടോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി പൃഥ്വിരാജ് നൽകിയിരുന്നു. പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുന്നിൽ ഉദാഹരണമായി ഞാനുണ്ട്. ശരിയാണ്, ഒരിക്കൽ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ നിരോധനം എന്ന് അങ്ങനെ വിളിക്കുന്നത് തെറ്റാണ്. ബഹിഷ്കരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷെ ബഹിഷ്കരണം എന്ന് ഇന്ന് പറയുന്നത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് വരുമ്പോൾ അത് നിരോധനമായിട്ടാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും സംഘടിതമായിട്ട് സിനിമയിൽ ഒരാളുടെ തൊഴിലവസരം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും അഡ്രസ്സ് ചെയ്യണം. അതിനൊരു നടപടികൾ ഉണ്ടാകണം. ആർക്കും അങ്ങനെ ചെയ്യാൻ അവകാശമില്ല. ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ പാടില്ല എന്നും, ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ലെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു. പൃഥ്വിരാജിന്റെ പ്രതികരണം കൂടി വന്നതോടെ ജനങ്ങളും മാധ്യമങ്ങളും എല്ലാം കാത്തിരിക്കുന്നത് നടനും അമ്മ സംഘടനയുടെ പ്രസിഡന്റുമായ മോഹൻലാലിന്റെ നിലപാട് അറിയാനാണ്. എന്നാൽ ചെന്നൈയിലായതിനാൽ അമ്മ സംഘടന അംഗങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നടൻ പ്രതികരിച്ചിട്ടില്ല. അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് യുവനടി ലൈംഗിക ആരോപണമായി എത്തിയതിന് പിന്നാലെ രാജിവെച്ചിരുന്നു. സിദ്ദിഖിന് പുറമെ മുകേഷ്, ജയസൂര്യ, രഞ്ജിത്ത്, സുധീഷ്, തുളസിദാസ് എന്നിവർക്കെതിരെയും ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.